ഖുർആനിലെ ബ്ലാക്ക് ഹോളാണ് ചർച്ച. ശരിക്കും എന്താണ് ബ്ലാക്ക് ഹോൾ? ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ അത് ഒരു നക്ഷത്രത്തിൻ്റെ മരണമാണെന്ന് നമുക്ക് പറയാം. വളരെ ശക്തമായി അതിൻ്റെ ഒരു നക്ഷത്രത്തിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ അന്ത്യത്തിൽ അത് ചുരുങ്ങുകയും അതിൻ്റെ ആ ഒരു ആകർഷണ ശക്തി അത്ര തന്നെ ശക്തിയിൽ നിലനിൽക്കുകയും ചെയ്യുകയും അതിൻ്റെ ചുറ്റുമുള്ള എല്ലാത്തിനെയും അത് വലിച്ചെടുപ്പിക്കുകയും വെളിച്ചത്തെ പോലും പുറത്ത് വിടാത്ത രീതിയിൽ വലിച്ച് ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥക്കാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയാം. എന്നാൽ ഈ ഒരു കൺസെപ്റ്റ് 1700-കളിലാണ് അത് രൂപപ്പെട്ട് വരുന്നത്, 1700 മുതൽ. പിന്നീട് ഇത് കൺഫേം ചെയ്യുന്നതും അങ്ങനെ സംഗതി ഉണ്ടെന്നൊക്കെ സ്ഥിരീകരിക്കുന്നു 1964 ശേഷമാണ്. പിന്നീട് ഇത് ഖുർആനിലേക്ക് വരുന്നത്, ഖുർആനിൽ ഈ സംഗതി പറഞ്ഞിട്ടുണ്ട് എന്ന വ്യാഖ്യാനം വരുന്നത് 1980 ശേഷമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അതാത് കാലത്തെ കണ്ടെത്തലുകളെ ഖുർആനിലെ വാക്യങ്ങളുടെ അർത്ഥങ്ങളെ മാറ്റിയിട്ട് ഇത് ഖുർആനിൽ അന്നേ പറഞ്ഞു എന്ന് നുണ പറയലാണ് സ്ഥിരം പതിവ് എന്നതിൻ്റെ ഒരു ബെറ്റർ ഉദാഹരണമാണ് ഖുർആനിൽ ബ്ലാക്ക് ഹോൾ പറയപ്പെട്ടു എന്ന് പറയുന്ന ബ്ലണ്ടർ. ഖുർആനിൽ ഒരിക്കലും അന്നത്തെ കാലത്ത് ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഒന്നുമേ പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ അതാത് കാലത്തെ അറിവുകൾ മാത്രമാണ് ഖുർആനിൽ പറഞ്ഞത്, പുതിയതായിട്ട് ഒന്നും തന്നെ ഖുർആൻ പറഞ്ഞിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ബ്ലാക്ക് ഹോളിനെ കുറിച്ചുള്ള പരാമർശം ഖുർആനിലുണ്ട് എന്ന ബ്ലണ്ടറും അതിനെ തുടർന്ന് ഞാൻ അന്വേഷണം നടത്തിയപ്പോൾ ആ ആയത്തുകളിൽ എന്താണ് പറഞ്ഞത് എന്ന് കിട്ടിയതിൻ്റെ റിസൾട്ടും. ഈ ഒരു തള്ളിന് യാതൊരു കുറവുമില്ല എന്ന് കണ്ടപ്പോൾ അതൊന്ന് തിരുത്താൻ വേണ്ടി, മാറ്റാൻ വേണ്ടി ആണ് ഞാൻ ഈ ഒരു ശ്രമത്തിന് മുതിരുന്നത്. എല്ലാവരും ഒന്നും മാറ്റുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല, എന്നാൽ മനസ്സിലാക്കുന്ന ആളുകൾ ആ ഒരു വാദം മാറ്റും, അതിനുവേണ്ടി മാത്രം. അപ്പോൾ നമുക്ക് നോക്കാം ഖുർആനിൽ ശരിക്കും ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ഖുർആനിൽ ബ്ലാക്ക് ഹോളിനെ കുറിച്ച് അന്നത്തെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, ഇനി ബ്ലാക്ക് ഹോൾ എന്നുള്ള പരാമർശമല്ല, ആ ഒരു നക്ഷത്രത്തിൻ്റെ അന്ത്യം ഇങ്ങനെയാണ് എന്ന രീതിയിലെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, അതാണ് അവിടെ പരാമർശിക്കപ്പെട്ട ആയത്തുകൾ പരാമർശിക്കപ്പെട്ടതെന്നുണ്ടായിരുന്നെങ്കിൽ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 1700-കളിൽ ബ്ലാക്ക് ഹോൾ എന്നുള്ള കൺസെപ്റ്റ് ഇങ്ങനെ രൂപപ്പെട്ട് വരുന്ന ആ ഒരു സമയത്ത് തന്നെ ഇത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാര്യം എന്നെങ്കിലും പറയണമായിരുന്നു. മുസ്ലിംസിൽ നിന്ന് ഈ 1700-കൾക്ക് മുമ്പ് ബ്ലാക്ക് ഹോളിൻ്റെ പോലത്തെ ഒരു കൺസെപ്റ്റിലേക്ക് അവർ എത്തുകയോ ആ ഒരു രീതിയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല, ഈ ഒരു ഖുർആൻ ബേസ് ചെയ്തിട്ട്. 1700-കൾക്ക് ശേഷം ഈ ഒരു കൺസെപ്റ്റ് രൂപപ്പെട്ട് വരുമ്പോൾ, ബ്ലാക്ക് ഹോൾ എന്ന കൺസെപ്റ്റ് രൂപപ്പെട്ട് വരുമ്പോൾ അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞതെന്നും അങ്ങനെ തന്നെ ആവാൻ തരമുള്ളൂ എന്നും പറഞ്ഞ് അതിനെ പിന്തുണക്കുന്ന രീതിയിലുള്ള ആർഗ്യുമെന്റ്സുമായി ഖുർആൻ ബേസ് ചെയ്ത് ഒരു മുസ്ലിമും വന്നായി ഞാൻ കണ്ടിട്ടില്ല. 1964 ഇത് കൺഫേം ആക്കിയതിന് ശേഷം പിന്നെ പറയാണ് അതാണ് ഖുർആനിൽ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് പിന്നെ വ്യാഖ്യാനവുമായിട്ട് വരികയാണ്. അതിനു മുമ്പ് ഒരിക്കലും ഇത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ കണ്ടുപിടിച്ച് എല്ലാം സ്ഥിരീകരിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പിന്നെ ഇത് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് വരുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളിലേക്ക് നമുക്കൊന്ന് പോവാം. അതിനു മുമ്പായിട്ട് ഞാൻ കൂടുതലായിട്ടും ഇതിൽ റെഫർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് പറയാം. തഫ്സീറുകളാണ് കാര്യമായിട്ട്. ജലാലൈനി തഫ്സീർ, തെൻവീറുൽ മിഖ്ബാസ് എന്ന് പറയുന്ന തഫ്സീർ, പിന്നെ അതുപോലെ ഖുർത്തുബി, ഇബ്നു കസീർ, തെൻതാബിയുടെ വസീത്ത്, തൊബിരി, ഇങ്ങനെയുള്ള തഫ്സീറുകൾ ഏറ്റവും പഴയ ആധികാരിക തഫ്സീറുകളാണ് ഞാൻ കൂടുതലായിട്ടും ഇതിന് റെഫർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഖുർആനിൻ്റെ അർത്ഥം എന്തായിരുന്നു എന്ന് കൃത്യമായി അറിയാം അന്നത്തെ ആളുകൾക്കാണ്, അല്ലാതെ ഇന്നത്തെ ആളുകൾക്കല്ല. കാരണം ഇന്നത്തെ ആളുകൾ ആ ഒരു ഖുർആന്റെ കാലഘട്ടത്തിനോട് എത്രയോ അകന്നു പോകുന്ന ആളുകളല്ലേ, എത്രയോ കാലം കഴിഞ്ഞിട്ടല്ലേ ഇവരുണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ഇവർക്ക് ഖുർആന്റെ അർത്ഥം ഇന്നതാണെന്ന് പറയാൻ എന്താ അർഹതയാണുള്ളത്? ഏറ്റവും പഴയ ആധികാരിക പണ്ഡിതന്മാർക്ക് മാത്രമേ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീർപ്പ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവരെ ഞാനിതിൽ അവലംബിക്കുന്നത്. അങ്ങനെ ഖുർആനിലെ ബ്ലാക്ക് ഹോൾ പരാമർശത്തിനെ കുറിച്ച് പലരും പറഞ്ഞത് കേട്ട് അന്വേഷിച്ചിറങ്ങിയ വഴിയിലാണ് 86-ാം സൂറത്തിൽ ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ജെമിനിയിൽ സെർച്ച് ചെയ്തു, യൂട്യൂബിൽ സെർച്ച് ചെയ്തു, എവിടേക്കാണ് ഈ ഒരു ബ്ലാക്ക് ഹോൾ പരാമർശം ഉണ്ട് എന്ന് പറയുന്നത് എന്ന്. അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്താണ് സൂറത്ത് ത്വാരിഖ് ഖുർആനിലെ 86-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് വസ്സമാഇ വത്വാരിഖ്, ആകാശം തന്നെയാണ് രാത്രിയിൽ വരുന്നത് തന്നെയാണ് സത്യം. വമാ അദ്റാക മത്വാരിഖ്, രാത്രിയിൽ വരുന്നത് എന്താണെന്ന് രാത്രിയിൽ വരുന്നത് എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? അന്നജ്മു സാഖിബ്, തുളച്ചു കയറുന്ന നക്ഷത്രം അത്രേ അത്.
അപ്പോൾ ഈ തുളച്ചു കയറുന്ന നക്ഷത്രം എന്ന് പറയുമ്പോൾ അവിടെ സാക്കിബ്, തുളച്ചു കയറുക എന്ന് പറയുന്നതിനെയാണ് ഇവിടെ ബ്ലാക്ക് ഹോളുമായി റിലേറ്റ് ചെയ്തിട്ടൊക്കെ ചിലർ അവതരിപ്പിച്ചിട്ടുള്ളത്. അവിടെ തുളച്ചു കയറുക, പിയേസിങ് സ്റ്റാർ എന്നുള്ള ട്രാൻസ്ലേഷനൊക്കെ വെച്ചിട്ട് അത് ബ്ലാക്ക് ഹോൾ ആയിട്ട് റിലേറ്റഡ് ആണ്, നക്ഷത്രത്തിൻ്റെ ആ ബ്ലാക്ക് ഹോളിലേക്കുള്ള യാത്രയിലേക്കുള്ള സ്റ്റേജിൻ്റെ ഒരു പടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പലരും വ്യാഖ്യാനിച്ച് തള്ളിമറിച്ചെന്നൊക്കെ കണ്ട്. എന്നാൽ എന്താണ് സാക്കിബ്? സാക്കിബിൻ്റെ അർത്ഥം തുളച്ചു കയറുന്ന നക്ഷത്രം എന്ന് പറയുമ്പോൾ അവിടെ ഈ അന്നജുമു സാക്കിബ് എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്ര സമൂഹത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് തഫ്സീറുകൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തിട്ടുള്ള ജലാലൈനി, തെൻവീറുൽ മിഖ്ബാസ്, ഖുർത്തുബി, അതുപോലെ തന്നെ ഇബ്നു കസീർ, തെൻതാവിയുടെ വസീത്ത്, പിന്നെ അതുപോലെ തുബിരി. ഇതിൽ ഈ പറയുന്ന ഞാൻ പറയുന്ന അർത്ഥങ്ങൾക്ക് വിരുദ്ധമായി നിങ്ങൾ പറയുന്ന ബ്ലാക്ക് ഹോൾ വാദക്കാർ പറയുന്ന ഖുർആനിൽ ബ്ലാക്ക് ഹോൾ പറഞ്ഞു എന്ന് പറയുന്ന ആൾക്കാർ ഉണ്ടല്ലോ, അവരുടെ വാദങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന, ഞാൻ പറയുന്നതിന് എതിരായിട്ട് ഞാൻ പറയുന്നതല്ല സത്യം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തഫ്സീറുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പേജ് അടക്കം സ്ഥലം അടക്കം മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ, ഞാൻ ഈ പറഞ്ഞ തഫ്സീറുകളിൽ നിന്ന്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഈ സാഖിബ് എന്ന് പറയുന്ന സുറയ്യ നക്ഷത്രത്തിനെ കുറിച്ചാണ്, നക്ഷത്ര സമൂഹത്തിനെ കുറിച്ചാണെന്നൊക്കെ തഫ്സീറുകൾ പറയുന്നത്. അതായത് കാർത്തിക നക്ഷത്ര സമൂഹത്തിനെ കുറിച്ച്, അതെല്ലാം മൊത്തം നക്ഷത്രങ്ങളെ കുറിച്ചാണെന്നും പറയുന്നുണ്ട്. അതിൻ്റെ വെളിച്ചമാണ് പരാമർശം. വെളിച്ചം എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് ഈ തുളച്ചു കയറുന്നതെന്ന് പറയുന്നത്? അതായത് ഇരുട്ടിനെ തുളച്ചു വരുന്ന വെളിച്ചം. അത് സാഹിത്യ പ്രയോഗം ഉണ്ടല്ലോ, ഇങ്ങനെ ഇരുട്ടിനെ മുറിച്ചു കീറി വരുന്ന വെളിച്ചം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങളിൽ ആ രീതിയിലുള്ള പ്രയോഗം മാത്രമാണ്. ഇരുട്ടിൽ നിന്നുള്ള, ഇരുട്ടിന് ഇടയിൽ വരുന്ന ആ നക്ഷത്രത്തിൻ്റെ വെളിച്ചം, അതും ഈ പറയുന്ന കാർത്തിക നക്ഷത്രമൊക്കെ നല്ല വെളിച്ചമുള്ള നക്ഷത്ര സമൂഹമാണ്. അപ്പോൾ ആ ഒരു വെളിച്ചം നല്ല രീതിയിൽ ഇരുട്ടിനെ മുറിച്ചു കീറി വരുന്നതായിട്ടുള്ള ഒരു ഫീലാണ് എന്ന രീതിയിലാണ് അവിടെ പറയുന്നത്. അത് കൃത്യമായി തഫ്സീറുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി മാത്രമാണ്. ഇനി അടുത്ത് നോക്കാം. അടുത്തത് ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പറഞ്ഞതായി പറയപ്പെടുന്നത് സൂറത്ത് തെക്വീറിലെ 15-16 ആയത്തുകളാട്ടോ. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ കുന്നസ്. ഇതാണ് നല്ല രസമല്ലേ ആയത്ത്, കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ കുന്നസ് എന്നാണ് എൻ്റെ അർത്ഥം. പിൻവാങ്ങിപ്പോകുന്നവയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവയും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നവയുമായ നക്ഷത്രങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. അപ്പോൾ ഇവിടെ ഈ പറയുന്ന നക്ഷത്രങ്ങളുടെ പിൻവാങ്ങലും അപ്രത്യക്ഷമാകലും ഒക്കെ എന്താണ്? അതൊരു നക്ഷത്രത്തിൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയണത് എന്നാണ് ആധുനിക ബ്ലാക്ക് ഹോൾ വാദക്കാർ പറയുന്നത്. അതായത് ബ്ലാക്ക് ഹോൾ ശാസ്ത്രം, ഖുർആനിലെ ബ്ലാക്ക് ഹോൾ ശാസ്ത്രം പറയുന്ന ആൾക്കാർ പറയുന്നത്. എന്നാൽ അതാണോ അവിടെ പറയുന്നത്? നമ്മുടെ ഖുർആൻ എന്തെന്നറിഞ്ഞ, ഇസ്ലാമിക ലോകം അംഗീകരിച്ച ഖുർആൻ പണ്ഡിതർ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു തരുന്നത് നമുക്ക് ഈ ഹുന്നസ് എന്ന് പറയുന്നത് നക്ഷത്രങ്ങളാണ് ഉദ്ദേശം എന്നാണ്. ചില തഫ്സീറുകളിൽ ഗ്രഹങ്ങളാണ് എന്നുള്ള സൂചനയുണ്ട്. ചില ഗ്രഹങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന്. അത് ഗ്രഹങ്ങളുടെ നല്ല വെളിച്ചമുണ്ടല്ലോ, അത് ഏകദേശം നക്ഷത്രങ്ങളെ പോലെ അവർ പരിഗണിച്ചിരുന്നതാണ്. അപ്പോൾ അവിടെ ഗ്രഹങ്ങളാണ് സൂചന എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ തഫ്സീറുകൾ പറയുന്നതാണ് ഈ ഹുന്നസ് എന്ന് പറയുമ്പോൾ. പിന്നെ ഈ നക്ഷത്രമായാലും ഗ്രഹമായാലും അതിൻ്റെ അന്ത്യമല്ല, മരണമല്ല ഇവിടെ സൂചന. അങ്ങനെയുള്ളൊരു നക്ഷത്രത്തിൻ്റെ മരണം, ഒരൊറ്റ നക്ഷത്രത്തിൻ്റെ മരണമാണ് പറഞ്ഞതെങ്കിൽ ഈ പറഞ്ഞ വെക്കപ്പെടുന്ന സംഗതി ഓരോ നക്ഷത്രത്തിലേക്കും ചേർത്ത് വെക്കപ്പെടാൻ പറ്റുന്ന ഒന്നാണെങ്കിലല്ലേ ഇത് ബ്ലാക്ക് ഹോളിൻ്റെതാണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന പച്ച നുണയാണെന്ന് വ്യക്തമല്ലേ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഈ കുന്നസ് എന്താണ്? കുന്നസ് എന്ന് പറഞ്ഞാൽ ഈ സംഗതി, ഈ ഒരു നക്ഷത്രം ഇങ്ങനെ അപ്പിയർ ആവുകയും ഡിസപ്പിയർ ആവുകയും ചെയ്യുന്ന, പ്രത്യക്ഷമാവുകയും പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു സംഗതിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നക്ഷത്രത്തിൻ്റെ മരണമല്ല, പിന്നെയോ അത് നമ്മൾ തഫ്സീറുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. രാത്രിയിൽ ഇത് പ്രത്യക്ഷപ്പെടും, പകലിൽ അപ്രത്യക്ഷമാവും. വീണ്ടും രാത്രിയിൽ പ്രത്യക്ഷപ്പെടും, വീണ്ടും പകലിൽ അപ്രത്യക്ഷമാവും. അങ്ങനെയാണുള്ളത്. ഇതിങ്ങനെ അസ്തമിക്കൂലേ, നക്ഷത്രങ്ങൾ അസ്തമിക്കും, പിന്നെ പകൽ അതിനെ കാണില്ല, രാത്രിയിൽ വീണ്ടും ഉദിക്കും, വീണ്ടും രാത്രിയിൽ അസ്തമിച്ച് വീണ്ടും പകൽ വരും. ഒരു രാവിലെ ആകുന്നതോട് കൂടിയിട്ട് അസ്തമിക്കുന്നു, വീണ്ടും പകൽ വരുന്നു, വീണ്ടും അത് രാത്രിയാവുന്നു, വീണ്ടും ഈ നക്ഷത്രങ്ങൾ ഉദിക്കുന്നു. ആ രീതിയിലുള്ളൊരു നക്ഷത്രങ്ങളുടെ വരവിനെയും പോക്കിനെയും കുറിച്ച്, ആ ഒരു പ്രത്യക്ഷമാകലിനെയും അപ്രത്യക്ഷമാകലിനെയും കുറിച്ചാണ് ഈ പറയുന്ന ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എന്തല്ല ഒരു നക്ഷത്രത്തിൻ്റെയും മരണത്തിനെ കുറിച്ചല്ല. നക്ഷത്രങ്ങളുടെ മരണം എങ്ങനെയാണ് എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ മരിക്കുന്ന ഒരു രീതിയെക്കുറിച്ച്, ഇല്ലാതാകുന്ന രീതിയെക്കുറിച്ച്. ഇനി അതല്ല, നക്ഷത്രങ്ങളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ആ ഒരു പ്രയോഗത്തിൽ പിടിച്ചിട്ട് ഇന്നെ എയറിലാക്കാൻ വരണ്ട. അതുകൊണ്ട് ഞാനിന്ന് കുറച്ചുകൂടി ക്ലിയർ ആക്കാം. ഇൻകദറത്ത്
അല്ലേ? ഒരാളാക്കുണ്ടെങ്കിൽ ഒരാളാക്കിക്കോളി. ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ഇംഗതത്തിലേക്ക് വരാം. അതായത് നക്ഷത്രങ്ങൾ ലോകാവസാന സമയത്ത് നക്ഷത്രങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് പറയുന്ന ഒരു കോമഡി ഉണ്ട് ഇതേ സൂറത്തിൽ. ഈ 81-ാമത്തെ സൂറത്തിൽ 1-ാമത്തെ ആയത്ത് കേട്ടോ. നമുക്കൊന്ന് നോക്കാം എന്താണ് ആയത്തിൽ പറയുന്നത്. 1-ാമത്തെ ആയത്തല്ല, 2-ാമത്തെ ആയത്ത്. ഇദ ശംസു കുവിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ജിബാലു സുയ്യിറത്. ഇതിൽ 2-ാമത്തെ വചനം വഇദൻ നുജൂമു കദറത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ. ലോകാവസാനത്തിൻ്റെ ലക്ഷണത്തിനെ കുറിച്ച് പറയാണ്. സൂര്യൻ ചുറ്റി പൊതിയപ്പെടുമ്പോൾ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെടുമ്പോൾ, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ, വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, സമുദ്രങ്ങൾ ആളിക്കത്തിക്കപ്പെടുമ്പോൾ, ആത്മാവുകൾ കൂട്ടിയിണക്കപ്പെടുമ്പോൾ. അതായത് ലോകാവസാനത്തിൻ്റെ ലക്ഷണത്തിനെ കുറിച്ചായി പറയണത്. ഞങ്ങൾക്കത് മനസ്സിലാക്കാനാണ് ഒന്ന് അർത്ഥം ഒന്നായിട്ട് പറഞ്ഞത്. ഇദ ശംസു കുവിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ഇശാറു ഉത്തിലത് വഇദൽ വുഹൂശു ഹുശിറത് വഇദൽ ബിഹാറു സുജ്ജിറത് വഇദൽ മൗഊദതു സുഇലത്. പോട്ടെ. അപ്പോൾ ഈ പറഞ്ഞ ആയത്തുകൾ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു. ഈ ആയത്തുകൾ ലോകാവസാനത്തിൻ്റെ ലക്ഷണത്തിനെ കുറിച്ച് പറയാണ്. ലോകം അവസാനിക്കുന്ന സമയത്ത് നക്ഷത്രങ്ങൾ എന്ത് ചെയ്യും? നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും. എങ്ങോട്ടാ വീണത്? ഭൂമിയിലേക്ക് വീഴും. ഭൂമിയിലേക്ക് നക്ഷത്രം വീഴും എന്ന് പറയുന്നത് തന്നെ അൺസയൻറ്റിഫിക്കാണ്, ശാസ്ത്രവിരുദ്ധതയാണ്, ഖുർആനിലെ പൊട്ടത്തരമാണ്. ഇത് ഉതിർന്നു വീഴുകയാണെന്നുള്ള തഫ്സീറുകൾ തന്നെ പറയണ്ടേ. ഉതിർന്നു വീഴുക എന്ന് മാത്രമല്ല, ഇങ്കദറത്ത് എന്ന് പറഞ്ഞാൽ ഉതിർന്നു വീഴുന്നതിനാണ് പറയുക. ഒരു മാലമുത്തിൽ നിന്ന് മുത്തുകൾ ഇങ്ങനെ ചിതറി വീഴുന്നത് പോലെ നക്ഷത്രങ്ങൾ ഇങ്ങനെ ചിതറി വീഴുന്നതിനാണ് ഈ പറയുന്നത്. അപ്പോൾ ചിതറി വീഴുക എന്ന് പറയുമ്പോൾ ഇനി ഒരൊറ്റ നക്ഷത്രം ഒരു നെബുല പോലെ ഇങ്ങനെ പൊട്ടിച്ചിതറിനാണ് പറയണമെന്നൊക്കെ പറയുന്നുണ്ടാവും. എന്നാൽ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇത് വഇദൻ നുജൂമു കദറത്, നക്ഷത്രങ്ങൾ വീഴുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ഒരു നക്ഷത്രം അല്ല അവിടെ പരാമർശം, ഒരൊറ്റ നക്ഷത്രത്തിൻ്റെ അന്ത്യമല്ല അവിടെ പരാമർശം. തഫ്സീറുകൾ കൂടി നിങ്ങൾ നോക്കുക. ഏറ്റവും പഴയ ഖുർആൻ പണ്ഡിതന്മാർ, ആധുനിക ഖുർആൻ പണ്ഡിതന്മാരെന്ത് പറഞ്ഞു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ നിന്നും ഒരൊറ്റ നക്ഷത്രത്തിൻ്റെ അന്ത്യം എന്നുള്ള നിലക്ക് പറഞ്ഞതല്ല ഈ പറഞ്ഞ സംഗതി ഒന്നും. എന്ന് മാത്രമല്ല, ഈ പറയുന്ന നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുക, ആ പരാമർശത്തിലാണ് ഞാൻ പിടിച്ചിട്ടുള്ളത്. ഈ നക്ഷത്രങ്ങൾ എങ്ങോട്ടാണ് ഉതിർന്നു വീഴുന്നത്? മുഫസ്സിരിങ്ങൾ പറയുന്നു അത് ഭൂമിയിലേക്കാണ് ഉതിർന്നു വീഴുക. എന്ന് മാത്രമല്ല, ഖുർത്തുബിലൊരു ഹദീസ് വരെ കോട്ട് ചെയ്തിട്ടുണ്ട്. എന്ത്? ഭൂമിയിലേക്കാണ് ഉതിർന്നു വീഴുക എന്നുള്ളതിന്. ഹദീസ് എന്താ? മുഹമ്മദ് നബി പറഞ്ഞ കാര്യമായിട്ട് തഫ്സീർ ഖുർത്തുബിയിൽ പറയുന്നുണ്ട്. ഈ ഭൂമിയിലേക്ക് ഉതിർന്നു വീഴിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, നക്ഷത്രം ഉതിർന്നു വീഴുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഇല്ലോജിക്കലും അൺസയൻറ്റിഫിക്കും ആണത്. ഒരു നക്ഷത്രം ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുകയാണോ ചെയ്യുക? ഇനിയിപ്പോൾ ഭൂമിയുടെ അടുത്തേക്ക് ഒരു നക്ഷത്രം ഇങ്ങനെ വരികയാണെന്ന് കൂട്ടിക്കോളി. ഈ ഭൂമി നേരെ അതിൻ്റെ ഗുരുത്വാകർഷണ ബലം കൊണ്ട് ആ നക്ഷത്രത്തിലേക്ക് അങ്ങോട്ട് എടുത്തെറിയപ്പെടുന്ന പോലെ അങ്ങോട്ട് പോവുക ചെയ്യുക. അല്ലാതെ ഭൂമിക്ക് ഈ നക്ഷത്രം വരുന്നില്ല. നേരെ ഭൂമി ഈ ഒരു നക്ഷത്രം ഇങ്ങനെ ഭൂമിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ അത്രയും അടുത്ത് അതിൻ്റെ ആകർഷണ വലയത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഭൂമി നേരെ അതിലേക്ക് എടുത്തെറിയപ്പെടും. അങ്ങനെ ഭൂമി നശിക്കും. അങ്ങനെയാണ് ഉണ്ടാവുക. അല്ലാതെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സംഗതി എല്ലാം ഉണ്ടാവുക. ഭൂമിക്ക് നക്ഷത്രം വീഴുന്നൊരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. എന്നിരിക്കുകയാണ് ഇജാതി പോട്ടത്തരം ഈ ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു പ്രയോഗമുണ്ട്. ഇനി ഖുർആനിൽ ബ്ലാക്ക് ഹോൾ പരാമർശിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ പറയുന്ന ആയത്തുകളിൽ ഇനി മറ്റൊരായത്താണ്, രസകരമായ ഒരായത്തുണ്ട്. ആ ആയത്ത് ഏതാണെന്നറിയാം? ആ ആയത്താണ് വഇദൻ നുജൂമു തുമിസത്, നക്ഷത്രങ്ങളുടെ പ്രകാശം മായ്ക്കപ്പെടുകയും അല്ലെങ്കിൽ മായ്ക്കപ്പെട്ടാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നക്ഷത്രത്തിൻ്റെ വെളിച്ചം പോകുകയാണല്ലോ ബ്ലാക്ക് ഹോൾ അല്ലേ? അപ്പോൾ അതാണ് അവിടെ പറഞ്ഞത്. നമുക്ക് നോക്കാം. والمرسلات عرفا فالعاصفات عصفا والناشرات نشرا فالفارقات فرقا فالملقيات ذكرا عذرا أو نذرا إنما توعدون لواقع فإذا النجوم طمست وإذا السماء فرجت وإذا الجبال نسفت. എന്താണ് ഈ പറഞ്ഞൊക്കെ? തുടരെ അയക്കപ്പെടുന്നവയും ശക്തിയായി ആഞ്ഞടിക്കുന്നവയും പരക്കെ വ്യാപിപ്പിക്കുന്നവയും വേർതിരിച്ച് വിവേചനം ചെയ്യുന്നവയും
ഒരു ഒഴിവ് കഴിവായിക്കൊണ്ടോ താക്കീതായിക്കൊണ്ടോ ദിവ്യസന്ദേശം ഇട്ടുകൊടുക്കുന്നവയുമായിട്ടുള്ളവയാണ് സത്യം. ഉള്ളവ തന്നെയാണ് സത്യം. തീർച്ചയായും നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന കാര്യം സംഭവിക്കുന്നത് തന്നെയാകുന്നു. നക്ഷത്രങ്ങളുടെ പ്രകാശം മായ്ക്കപ്പെടുകയും ആകാശം പിളർത്തപ്പെടുകയും പർവ്വതങ്ങൾ പൊട്ടിക്കപ്പെടുകയും ദൂതന്മാർക്ക് സമയം നിർണയിച്ച് കൊടുക്കപ്പെടുകയും ചെയ്താൽ ഏതൊരു ദിവസത്തേക്കാണ് അവധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്? ഈ ഒരു 12 വരെ സൂറത്തുൽ മുർസലാത്തിലെ ആയത്തുകളാണ് ഈ വായിച്ചത്. ഈ ആയത്തുകളിൽ പറഞ്ഞത് ലോകാവസാന സമയത്തെ കാര്യങ്ങളാണ്. ലോകാവസാനത്തിന് അന്നാണോ നക്ഷത്രങ്ങൾ ബ്ലാക്ക് ഹോളായി മാറുക? അങ്ങനെയാണോ? ബ്ലാക്ക് ഹോളായി ഒരു നക്ഷത്രം ബ്ലാക്ക് ഹോൾ ആകണതിനെ കുറിച്ചാണ് ഈ പറഞ്ഞതെന്ന് പറയുന്ന മനുഷ്യന്മാരോട് ഞാൻ ചോദിക്കണത്. ലോകാവസാനത്തിൻ്റെ അന്നാണോ? ലോകാവസാനത്തിൻ്റെ അന്ന് നക്ഷത്രങ്ങളുടെ വെളിച്ചം പോകുന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞേ. വൈദ നുജൂമു തുമിസത്ത് എന്ന് പറഞ്ഞത്. നക്ഷത്രങ്ങൾ അണഞ്ഞാൽ, വെളിച്ചം പോയാൽ, വെളിച്ചപ്പള പോണേ ലോകാവസാനിക്കുമ്പോൾ. ഈ ലോകാവസാനിക്കുമ്പോഴാണോ ബ്ലാക്ക് ഹോൾ ഉണ്ടാണ്? അപ്പോൾ ഒരു നക്ഷത്രത്തിൻ്റെ അന്ത്യമല്ല അവിടെ പറയണത്. അതായത് ഒരു നക്ഷത്രത്തിൻ്റേത് മാത്രമായ അന്ത്യം അതല്ലേ പറയണത്. ഇനി അങ്ങനെ വാദിക്കുകയാണ്. എന്ത്? ഫൈദ നുജൂമു തുമിസത്ത് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ പ്രകാശം മായ്ക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നക്ഷത്രത്തിൻ്റെ വെളിച്ചം പോകും എന്നുള്ളൊരു സംഗതി, ആ ബ്ലാക്ക് ഹോളിൻ്റെ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകും എന്നുള്ളൊരു സംഗതി ഒരിക്കലും ആധുനിക ശാസ്ത്രം പറയും വരെ അത് അറിയുമായിരുന്നില്ല എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ ഞാൻ പറയട്ടെ പൊന്നാര സുഹൃത്തുക്കളെ. അനക്സിമാൻഡർ അറിയങ്ങൾ മുഹമ്മദ് നബിക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് BC 6-ാം നൂറ്റാണ്ടിൽ എന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മുടെ കലണ്ടർ നിൽക്കുന്ന 2025 നമ്മുടെ കലണ്ടർ. ഈ കലണ്ടർ തുടങ്ങണേൻ്റെയും 600 കൊല്ലം മുമ്പ്. ഈ കലണ്ടർ തുടങ്ങി 500 ജില്ലാന വർഷങ്ങൾ അതിൻ്റെ ശേഷം മുഹമ്മദ് നബി ജനിക്കുന്നത്. ഈ കലണ്ടർ തുടങ്ങണേൻ്റെ 600 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 500 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന അനക്സിമാൻഡർ നക്ഷത്രങ്ങൾ അണയും എന്ന് പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രങ്ങൾ തീഗോളങ്ങളെ പോലെയാണ്, അല്ലെങ്കിൽ തീഗോളങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ അതൊരു കാലെത്തുമ്പോൾ അതിൻ്റെ വെളിച്ചം അണഞ്ഞു പോകും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യമായി നക്ഷത്രം അണയുക എന്നൊരു സിദ്ധാന്തം പറഞ്ഞത് ആരല്ല? ഖുർആനല്ല. ഇനി അടുത്ത ബ്ലാക്ക് ഹോൾ സിദ്ധാന്തത്തിലേക്ക് പോവാം. പിന്നെ ഖുർആനിലെ ബ്ലാക്ക് ഹോളിനെ കുറിച്ച് വാചാലരാകുന്ന ആളുകൾ പറയാറുള്ളതായിട്ട് ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് വിവരം കിട്ടിയത് വൻ നജ്മി ഇദാ ഹവാ, സൂറത്തുൻ നജ്മിലെ 1-ാമത്തെ ആയത്ത്. നക്ഷത്രം അസ്തമിക്കുമ്പോൾ അതിനെ തന്നെയാണ് സത്യം. വൻ നജ്മി ഇദാ ഹവാ മാ ളല്ല സ്വാഹിബുകും വമാ ഗവാ, നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റിയിട്ടില്ല, ദുർമാർഗ്യമായിട്ടില്ല. അതിൽ 1-ാമത്തെ ആയത്ത്. നക്ഷത്രം അസ്തമിക്കുമ്പോൾ അതിനെ തന്നെയാണ് സത്യം. അപ്പോൾ ഇവിടെ പറയുന്ന നക്ഷത്രത്തിൻ്റെ അസ്തമയം എന്ന് പറയുന്നത് ഒരു നക്ഷത്രത്തിൻ്റെ നാശമല്ല കുറിച്ചിട്ടുള്ളത്. അതിൻ്റെ നാശത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. അതിൻ്റെ നാശത്തിനെ കുറിച്ചാണെങ്കിൽ അങ്ങനെ ആൾക്കാർ മനസ്സിലാക്കണ്ടേ. ഈ അസ്തമയം എന്ന് പറയുമ്പോൾ ആ പ്രയോഗം ഒരു സംഘത്തിൻ്റെ നാശത്തിനെ കുറിച്ചാണോ പറയണത്? ഒരു ആൾ അസ്തമിച്ചു, ഒരു മനുഷ്യൻ അസ്തമിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിലാണെങ്കിൽ ആ പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാവും അത് അതിൻ്റെ നാശത്തിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഒരു നക്ഷത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അസ്തമിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ നാശത്തിനെ കുറിച്ചാണോ പറയണത്? നാശത്തിനെ കുറിച്ചും പറയാം അല്ലേ? ഒരു സാഹിത്യപരമായിട്ട് പറയുന്ന സമയത്ത് നമുക്കങ്ങനെ പറയാം. എന്നാൽ ആ ഒരു പ്രയോഗമാണോ ഖുർആൻ പ്രയോഗിച്ചത്? ഖുർആൻ പറഞ്ഞത് അതിനെക്കുറിച്ചാണോ? അല്ല. ഖുർആൻ പറഞ്ഞത് ഈ പറയുന്ന സൂര്യനല്ല, നക്ഷത്രങ്ങൾ അസ്തമിക്കും അല്ലേ? രാത്രിയിൽ അത് കാണും, രാത്രിയിൽ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും നക്ഷത്ര സമൂഹങ്ങൾ. പിന്നെ പകലും നമുക്ക് നക്ഷത്രങ്ങളെ കാണാത്തതുകൊണ്ട് അത് നക്ഷത്രങ്ങൾ അസ്തമയ സമയത്ത് കണക്കാക്കാൻ വീണ്ടും പകൽ കഴിയുന്നതോടുകൂടി നക്ഷത്രങ്ങൾ ഉദിക്കും അല്ലേ? ആ ഒരു സംഗതിയെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ഇബ്നു കസീറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്, അതായത് ഇബ്നു കസീർ കുറേ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിൽ അസ്തമയം തന്നെയാണ് മെയിനായിട്ട് പറയുന്നത്. അസ്തമയം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു നക്ഷത്രത്തിൻ്റെതായ നാശത്തിനെ അല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു നക്ഷത്രം അത് ഇല്ലാതായി കഴിഞ്ഞു, ഇല്ലാതായ പിന്നെ ഈ നക്ഷത്രം പിന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഇല്ലാതാക്കലല്ല ഈ പറഞ്ഞിട്ടുള്ളത്. നക്ഷത്രത്തിൻ്റെ മരണം അല്ല, ഒരു നക്ഷത്രത്തിൻ്റെതായ മരണത്തിനെ കുറിച്ചല്ല ഈ പറഞ്ഞിട്ടുള്ളത് എന്ന് തഫ്സീറുകളിൽ നിന്ന് വ്യക്തമാണ്. നക്ഷത്രത്തിൻ്റെ മരണമാണ്. ആ മരണത്തിൻ്റെ സ്റ്റേജുകൾ ഇങ്ങനെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഏകദേശം അവസാനത്തെ സ്റ്റേജ് ആ ബ്ലാക്ക് ഹോൾ. ആ ഒരു സംഭവത്തിനെ കുറിച്ച് ഖുർആനിൽ പരാമർശമേ ഇല്ല. അത് നമുക്ക് തഫ്സീറുകൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്ന സംഗതിയാണ്. ഇനി പിന്നെ പരാമർശം ഉണ്ടാക്കുക, എങ്ങനെ ആധുനികമായി വ്യാഖ്യാനിച്ചും അർത്ഥം മാറ്റി ഉണ്ടാക്കുക, അത് വേറെ കാര്യം. ഇനി ഈ പറയുന്ന ഇബ്നു കസീർ ഇതിന് വേറെ അഭിപ്രായം കൂടി ഇതിൽ കോട്ട് ചെയ്തിട്ടുണ്ട് തഫ്സീർ ഇബ്നു കസീറിൽ. അതായത് ഈ വൻ നജ്മി ഇദാ ഹവ എന്ന് പറയുമ്പോൾ അത്
ഈ നക്ഷത്രങ്ങളെ കൊണ്ട് ചെയ്ത്താനെ എറിയോലോ നക്ഷത്രത്തിനെ കൊണ്ട്, അതിനെക്കുറിച്ചാണ് പറയണത്. ഇവിടെ അൺമാസ്കിങ് അനോമലീസിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു, നക്ഷത്രം കൊണ്ട് എറിയാന്നല്ല പറയണത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വെളുപ്പിക്കൽ പോലെയൊക്കെ ഞാൻ കണ്ടിരുന്നു. അതിനാണ് അവർ പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന മുഫസ്സിറായ ഖുർആൻ വ്യാഖ്യാതാവായ ഇബ്നു കസീർ തന്നെയാണ് പറയണത്. അയാൾ ഈ ഒരു അഭിപ്രായം ഇങ്ങനെ എടുത്ത് ഉദ്ധരിക്കുമ്പോൾ, ഇങ്ങനെ പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് ബിഹി എന്ന് പറഞ്ഞാൽ ലൊമീർ നക്ഷത്രത്തിൽ തന്നെ, നക്ഷത്രത്തിനെ കൊണ്ട് എറിയുമ്പോൾ, നക്ഷത്രത്തിനെ കൊണ്ട് ചെയ്ത്താൻ എറിയാന്നുള്ളത് തന്നെയാണ് പറയണത്. അല്ലാതെ വേറൊന്നുമല്ല ആ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്, ആ ഒരു തഫ്സീറിൽ. അതും ഇബ്നു കസീർ ഒരിക്കലും അത് തെറ്റായ അഭിപ്രായമാണെന്നോ ദഈഫാണെന്നോ ഒന്നും ഇബ്നു കസീർ പറഞ്ഞിട്ടില്ല. ഏതായാലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് പറയാം. അല്ലാതെ ഈ നക്ഷത്രത്തിൻ്റെ ഒരു മരണമാണ് എന്നുള്ള ഒരു അഭിപ്രായം പോലും ഒരു തഫ്സീറിൽ ഞാൻ കണ്ടില്ല. പ്രബലമായ ആധികാരികമായ പഴയ തഫ്സീറുകളിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഒരൊറ്റ നക്ഷത്രത്തിൻ്റെ മരണം എന്ന രീതിയിലാണ് ഇത് പറഞ്ഞത്. ഈ ഒരു പ്രയോഗത്തിന് ഏതൊരു നക്ഷത്രത്തിലേക്കും ചേർത്ത് വെക്കാൻ കഴിയുന്നതാണ്, ഏതൊരു കാലത്തിലേക്കും ചേർത്ത് വെക്കാൻ കഴിയുന്ന, ഏതൊരു കാലത്തെ ഏതൊരു നക്ഷത്രത്തിലേക്കും ചേർത്ത് വെക്കാൻ കഴിയും. ആ നക്ഷത്രത്തിൻ്റെ ഏതൊരു നക്ഷത്രത്തിൻ്റെയും മരണം തന്നെയാണ് ഇവിടെ പറഞ്ഞത് എന്ന് നമുക്ക് പറയാൻ പറ്റും, കൃത്യമായി പറയാൻ പറ്റുമെന്ന രീതിയിൽ ഖുർആൻ്റെ ഒരു ആയത്തും അതിൻ്റെ അന്നത്തെ ഒരു പഴയ വിശദീകരണമൊക്കെ കൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. എന്നാൽ അങ്ങനെ ഇല്ല. ഇനി അടുത്ത പ്രയോഗം, ഈ ബ്ലാക്ക് ഹോളിനെ കുറിച്ച് ഖുർആനിൽ മെൻഷൻ ചെയ്തു എന്ന് പറയുന്ന ആളുകൾ മെയിനായിട്ട് പറയുന്ന മറ്റൊരു വചനമുണ്ട്, സൂറത്തുൽ വാഖിയ ഒരുപാട് പേർക്ക് പരിചയമുള്ള സൂറത്തായിരിക്കും. സാധാരണക്കാരായ ഒരുപാട് പേര് ഓതുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാരായണം ചെയ്യുന്ന വചനം കേട്ട് നല്ല പരിചയം ഉണ്ടാവും ആളുകൾക്ക്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, ഇതാണ് വചനം. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അലീം. ഇതിൽ ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം എന്ന് പറയുന്ന വചനത്തിൻ്റെ അർത്ഥം, അല്ല നക്ഷത്രങ്ങളുടെ അസ്തമന സ്ഥാനങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. ഇവിടെ ഈ അസ്തമന സ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന നക്ഷത്രങ്ങളുടെ അന്ത്യമാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു അർത്ഥം ഒരു നക്ഷത്രത്തിൻ്റെ അന്ത്യത്തിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അന്ത്യം സംഭവിക്കുന്ന ഒരു നക്ഷത്രം മരിക്കുന്ന ഇല്ലാതെയാകുന്ന സമയത്തിനെ കുറിച്ചാണ് ആ പറഞ്ഞത്, അല്ലെങ്കിൽ സ്ഥലത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞതെന്ന് ഒരു അഭിപ്രായം ഒരു ഖുർആൻ പണ്ഡിതരും പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞതൊക്കെ ഈ കാലത്ത് 1980 ശേഷം ബ്ലാക്ക് ഹോൾ സിദ്ധാന്തം, 1964 ശേഷം ബ്ലാക്ക് ഹോൾ സിദ്ധാന്തം ഉറപ്പിച്ച്, ബ്ലാക്ക് ഹോൾ എന്നൊരു സംഭവം ഉണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷം 1980 ശേഷമുള്ള ആധുനിക ഖുർആൻ വ്യാഖ്യാനങ്ങളിലാണ്. ആധുനിക ഖുർആൻ വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ ആധുനിക ശാസ്ത്രത്തിനോട് ഒപ്പിച്ച് ഖുർആനെ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തുന്ന ആളുകളുടെ അടുത്തു നിന്നാണ് ഈ ഒരു രീതിയിലുള്ള അർത്ഥം വ്യാഖ്യാനമൊക്കെ വരുന്നത്. അതിനു മുമ്പ് ഈ പറയുന്ന മവാഖി എന്നുള്ളതിന് അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല. അതിനെക്കുറിച്ച് പറയുന്നത് മവാഖി എന്ന് പറയുമ്പോൾ അത് എന്താണ്, ആ നക്ഷത്രങ്ങളുടെ അസ്തമയ സ്ഥാനമാണ്, ഉദയസ്ഥാനമാണ് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങൾ ഉദിക്കുന്നതായ സ്ഥലമാണ്, അതല്ല അസ്തമിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ നിലകൊള്ളുന്ന സ്ഥലമാണ് എന്ന രീതിയിലൊക്കെയാണ് അവിടെ അർത്ഥം പറയുന്നത്. മവാഖി, മസാഖത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്, മസാഖത്ത് എന്ന് പറഞ്ഞാൽ മസ്കത്ത്, അതായത് വീഴുന്ന സ്ഥലം, നക്ഷത്രങ്ങൾ വീഴുന്ന സ്ഥലം എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത് എന്നും പ്രയോഗം ഞങ്ങളുടെ അതിൽ ഭൂമിയിലേക്ക് വീഴുക എന്നുള്ള പ്രയോഗമൊക്കെ അവിടെയും ഉദ്ധരിക്കപ്പെടുന്നുണ്ട് ചില തഫ്സീറുകളിൽ. അപ്പോൾ ഈ പറയുന്ന നക്ഷത്രങ്ങൾ വീഴുന്ന സ്ഥലം, അല്ലെങ്കിൽ അസ്തമിക്കുന്ന സ്ഥലം, അതല്ലെങ്കിൽ ഉദിക്കുന്ന സ്ഥലം എന്നൊക്കെയുള്ള പരാമർശങ്ങൾക്ക് അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൻ്റെ, അല്ലെങ്കിൽ നക്ഷത്രത്തിൻ്റെതായ അന്ത്യസ്ഥാനം, മരണസ്ഥാനമാണ് ഈ പറയുന്നത്, അതില്ലാതെ ആകുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന രീതിയിൽ ഒരു പ്രയോഗം എവിടെയില്ല. ഇതൊക്കെ പുതിയതായിട്ട് വെളുപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഖുർആനിൽ ആധുനിക ശാസ്ത്രം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തീർത്ത പുതിയ വ്യാഖ്യാനങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ബ്ലാക്ക് ഹോള്, ഖുർആനിലെ ബ്ലാക്ക് ഹോളിനെ കുറിച്ചുള്ള എൻ്റെ പഠനത്തിൽ എനിക്ക് വ്യക്തമായത്, ബ്ലാക്ക് ഹോൾ സിദ്ധാന്തം രൂപപ്പെടുന്നതിന് മുമ്പോ, ബ്ലാക്ക് ഹോൾ സിദ്ധാന്തം 1700-കളിൽ ഏകദേശം അതേപോലത്തെ ഒരു കൺസെപ്റ്റ് രൂപപ്പെട്ട് വരുന്ന ഒരു സമയത്തോ 1964 അല്ലെങ്കിൽ അതിന് ശേഷമായിട്ട് ഇതിനെ സ്ഥിരീകരിക്കുന്ന ആ സമയത്തോ ഒന്നും തന്നെ
ഞങ്ങളെ ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് ഒരു ആധികാരിക പണ്ഡിതനും വന്നിട്ടില്ല. ഇത് ഭയങ്കര സ്ഥിരീകരിച്ച് ഇത് പോപ്പുലറായ സമയത്താണ് ഈ പറയുന്ന വ്യാഖ്യാനങ്ങൾ വരുന്നത്. ആ രീതിയിൽ സ്വന്തം വചനങ്ങളെ അല്ലെങ്കിൽ സ്വന്തം വേദഗ്രന്ഥത്തിൻ്റെ വചനങ്ങളെയോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും എടുത്തിട്ട് ഏതെങ്കിലും വചനങ്ങളൊക്കെ ആർക്കും വ്യാഖ്യാനിച്ച് വെളുപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് ഒപ്പിക്കാവുന്ന വളച്ചൊടിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത് ആധുനിക ഏതെങ്കിലും ഒരു ആധുനിക ശാസ്ത്ര കണ്ടെത്തലിനോട് പിന്നീട് കണ്ടെത്തി കഴിഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും പഴയ ഏതെങ്കിലും ടെക്സ്റ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് കണ്ടോ ഇതിലത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് വളച്ചൊടിക്കാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല, ആർക്കും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംഗതിയാണ് ഇവിടെയും ചെയ്തു വെച്ചിട്ടുള്ളത്. അല്ലാതെ അന്ന് കാലത്ത് മുഹമ്മദ് നബി തൻ്റെ സ്വഹാബികൾക്കോ തുടർന്ന് വന്നവർക്ക് ആർക്കും തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്ങനെ സംഗതി. മുഹമ്മദ് നബിയിൽ നിന്നോ സ്വഹാബികളിൽ നിന്നോ തുടർന്ന് വന്ന അന്നത്തെ ഖുർആൻ എന്താണെന്ന് അറിയാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, ഖുർആൻ എന്ത് പറഞ്ഞെന്ന് അറിയാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആളുകൾക്ക് ആർക്കും തന്നെ ആ രീതിയിലുള്ള ഒരു അറിവും കിട്ടിയിട്ടില്ല.